രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കൊൽക്കത്ത മർഡർ കേസ്. കേവലം ഒരു ക്രൈമിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത്. ഇത്ര ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും മറ്റു മെഡിക്കൽ സ്റ്റുഡൻസുമൊക്കെ എന്തിനാണ് ഇത്ര വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും തീർക്കുന്നത്? വളരെ വലിയ സീരിയസ് ആയിട്ട് നമ്മളും നമ്മുടെ ഭരണകൂടവും കാണേണ്ട ഒരു വിഷയമാണ്. ഒരു ഡോക്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെല്ലാവരും ഡോക്ടറുടെ അടുത്ത് പോവും. നമ്മൾക്ക് എന്തെങ്കിലും അത്യാഹിതമോ രോഗമോ എന്തു വന്നാലും ആകട്ടെ, നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ സഹായം അത്രത്തോളം വേണം. പലരും പറയാറുണ്ട്, ഭൂമിയിലെ ദൈവങ്ങൾക്ക് തുല്യമാണ് ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും എന്നും. തീർത്തും ശരിയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്ന പ്രവണത എന്തെന്നാൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സിനും മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസിനും നേരെ നടക്കുന്ന അക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. നമ്മളുടെ ജീവൻ രക്ഷിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഈ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഭരണകൂടത്തിനായില്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം ആസ് എ വോൾ ടോട്ടൽ ഫെയിലിയർ ആണെന്ന് പറയേണ്ടി വരും. വളരെ മൃഗീയമായാണ് ആ ഡോക്ടർ കൊല്ലപ്പെട്ടത്. ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും നമ്മൾ പുറത്തു പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ആ കുട്ടിയുടെ സംഭവത്തോടെ ഇന്ത്യയിലെ മെഡിക്കൽ മേഖല സ്തംഭിക്കുക വരെയുണ്ടായി. നിരവധി ഡോക്ടർമാരും സ്റ്റുഡൻസുമാണ് നീതിക്ക് വേണ്ടി, ആ ഡോക്ടർക്ക് വേണ്ടി മാത്രമല്ല, ഭാവി സ്റ്റുഡൻസിനും ഡോക്ടേഴ്സിനും വേണ്ടി, അവരുടെ സുരക്ഷയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും വേണ്ടി പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഇന്ത്യയുടെ പ്രതിച്ഛായ വീണ്ടും തകർക്കുന്ന സംഭവമാണ് നിർഭയ 2 എന്നറിയപ്പെടുന്ന ഈ സംഭവം. ക്രൂരമായ അക്രമമാണ് ആ കുട്ടി നേരിട്ടതെന്നാണ് ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോവും, എന്തുകൊണ്ട് ഇവർ എന്ന്. വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ആ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായത്. വളരെ ഭയങ്കരമായ സംഭവമായിരുന്നു അത്. കുറ്റകൃത്യത്തിൻ്റെ പകുതി ഉത്തരവാദിത്വം ആ മെഡിക്കൽ കോളേജിന് തന്നെയാണുള്ളത്. ആ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ വിശ്രമമുറി ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിന് പോലും ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അവിടെ ആവശ്യമായ വിശ്രമമുറി ഉണ്ടായിരുന്നെങ്കിൽ, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ലായിരുന്നു, അരങ്ങേറില്ലായിരുന്നു. ആ കുട്ടി 36 മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്തുവെന്നാണ് പറയുന്നത്. എത്ര ലജ്ജാവഹമാണത്! ആ കോളേജിൽ മാത്രമാവില്ല, മറ്റു കോളേജുകളിലും ഇത്ര സമയം ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ടാവും. അവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത്. അവിടെയൊക്കെയാണ് അവർക്ക് ആവശ്യമായ വിശ്രമ മുറികളും മറ്റു അടിസ്ഥാന ആവശ്യങ്ങൾക്കും കംഫർട്ടബിളായിട്ടുള്ള ശൗചാലയങ്ങൾ പോലും വേണ്ടത്. ഇല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തു ഗുണമാണുള്ളത്? എന്തു സുരക്ഷയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് നൽകുന്നത്? ഇന്ത്യയിലെ ഡോക്ടേഴ്സും എല്ലാം പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്, അരങ്ങേറുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യം സെൻട്രൽ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവർ വർഷങ്ങളായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. ഡോക്ടർമാർക്ക് നേരെ നടക്കുന്ന അക്രമം സാധാരണ അക്രമമായിട്ടല്ല വിലയിരുത്തേണ്ടത്, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം സമൂഹത്തിലെ എല്ലാത്തരം ആളുകളുമായും അടുത്തിടപഴകി രോഗനിർണയം നടത്തുന്ന വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് പറയുന്നത്. അത് നടത്തിയേ മതിയാകൂ. വേറൊന്ന്, കേരളത്തിൽ അരങ്ങേറുന്ന മറ്റൊരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കേരള സർക്കാർ വളരെ കാലമായി പുറത്തുവിടാതിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് കമ്മീഷൻ്റെ ഒരു നടപടിയെ തുടർന്നാണ് ഇത് ഇപ്പോൾ കേരള സർക്കാരിന് പുറത്തുവിടേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്തിനാണ് കേരള സർക്കാർ ഇങ്ങനൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്? 2017 നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന മോശം ദുരവസ്ഥകൾ, പീഡനങ്ങൾ എന്നിവയൊക്കെ എക്സ്പോസ് ചെയ്ത് നിരവധി നടിമാർ രംഗത്ത് വരികയാണ്. ഇതൊരു വലിയ ചർച്ചയാവുകയാണ്. എന്തൊക്കെ വിവേചനങ്ങളാണ് അവർ നേരിടുന്നത് എന്നിവയൊക്കെ പഠിച്ച് സർക്കാർ തലത്തിൽ ഇത് മനസ്സിലാക്കണമെന്നും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും എന്നുള്ള വലിയൊരാവശ്യം കേരളത്തിലെ നടിമാരുടെ ഭാഗത്തു നിന്നും നടന്മാരുടെ ഭാഗത്തു നിന്നും മറ്റു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ഇതിൻ്റെ കാരണം. അങ്ങനെ ഈ വിവേചനങ്ങളെക്കുറിച്ചും
നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും പഠിക്കുവാനും സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീമതി കെ ഹേമയാണ് അതിൻ്റെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ജസ്റ്റിസ് കെ ഹേമ കൂടാതെ മുൻ IAS ഓഫീസറായിട്ടുള്ള KB വത്സലകുമാരി, എൽഡർ റൈറ്ററായിട്ടുള്ള ശ്രീമതി ശാരദ എന്നീ 3 പേരാണ് ഈ കമ്മിറ്റിയിലുള്ളത്. അങ്ങനെ ഈ 3 അംഗ സമിതി മലയാള സിനിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അവർ ഇതിനെ പഠിക്കാൻ സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു 50 മുകളിൽ വരുന്ന വ്യക്തികളോട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, മുന്നേ വർക്ക് ചെയ്തവരുണ്ട്, നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നേരിട്ട് കേട്ടായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. 2017 വർഷത്തിലായിരുന്നു ഈ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചതാകട്ടെ 2019 ഇന്നിപ്പോൾ 2024 ആയിരിക്കുന്നു. ഇത്രയും കാലം റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയായിരുന്നു. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് ഇത് പുറത്തുവിടിക്കുകയായിരുന്നു. 300 പേജുകളാണ് ഈ റിപ്പോർട്ടിനുള്ളത്. എന്നാൽ പുറത്തുവിട്ടതാകട്ടെ 233 പേജുകളാണ്. എന്നാൽ ബാക്കിയുള്ളത് എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് വെച്ചാൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ട് എന്ന കാരണം കാണിച്ചാണ്. ചിലപ്പോൾ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉണ്ടായിരിക്കാം, അറിയില്ല എന്താണ് കാരണമെന്ന്. മലയാള സിനിമയിലെ നടിമാർ പലതരത്തിൽ വിവേചനങ്ങൾ അനുഭവിക്കുന്നു, പീഡനത്തിന് ഇരയാവുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു, നടിമാരെ 2ാം തരക്കാരായി കാണുന്നു. പിന്നെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, വളരെ തരത്തിലുള്ള അവസര നിഷേധം, വിവേചനം അനുഭവിക്കുന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ പലതും നമ്മൾ ഗോസിപ്പുകളായും മറ്റും കേട്ടിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി നടിമാരാണ് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. കുറ്റാരോപിതരായിട്ടുള്ളവർ വളരെ തരം താഴ്ന്ന രീതിയിലാണ് അവരോട് പ്രവർത്തിച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ ഇത്തരം പ്രവണതകൾ തുടച്ചു നീക്കപ്പെടണം. തൊഴിലിടങ്ങളിൽ മാന്യമായ അന്തരീക്ഷം ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നാണ്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ നീതിന്യായ വ്യവസ്ഥ ഉണരേണ്ടതുണ്ട്, വേണ്ട നീതിന്യായ വ്യവസ്ഥകൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവസരത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാവുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇനി ചൂഷണങ്ങൾക്ക് ഇരയാവരുത്. അവരുടെ കഴിവ് കൊണ്ട് അവർ വളരട്ടെ, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് തന്നെയാണ് ഇതിലൂടെ നിർദ്ദേശിക്കാനുള്ളത്.